സംവിധായകൻ രഞ്ജിത്തിനെതിരായ പശ്ചിമബംഗാൾ നടിയുടെ പരാതിയിൽ സംവിധായകൻ ജോഷി ജോസഫുമായി പ്രത്യേക അന്വേഷണ സംഘം തെളിവെടുപ്പ് നടത്തി. കൊച്ചി കത്രിക്കടവിലെ ഹോട്ടലിലായിരുന്നു തെളിവെടുപ്പ്. ഈ ഹോട്ടലിൽ വെച്ചാണ് രഞ്ജിത്തിൽ നിന്ന് ദുരനുഭവം ഉണ്ടായ വിവരം ജോഷി ജോസഫിനോട് നടി തുറന്നു പറഞ്ഞത്. അതേസമയം അമ്മ സംഘടനയുടെ ഓഫീസിൽ വീണ്ടും പോലീസ് പരിശോധന നടത്തി. ആരോപണ വിധേയരായിരുന്നവർ ഭാരവാഹികളായിരുന്ന കാലത്തെ രേഖകൾ അന്വേഷണ സംഘം ശേഖരിച്ചു. അശ്വിൻ പാലാഴി വിശദാംശങ്ങളുമായി. അശ്വിൻ, രഞ്ജിത്തിനെതിരായ കേസിൽ ഇതിനോടകം തന്നെ 2 പേരുടെ മൊഴി രേഖപ്പെടുത്തിയിട്ടുണ്ട്. ജോഷി ജോസഫിന്റെ മൊഴി, ഫാദർ അഗസ്റ്റിൻ വട്ടോളിയുടേത്. കൂടാതെ ഇപ്പോൾ ഈ കാര്യം തുറന്നു പറഞ്ഞ ഇടത്ത് എത്തിച്ച് ജോഷി ജോസഫിനെ എത്തിച്ച് അവിടെ ഒരു തെളിവെടുപ്പ്, അതിലേക്ക് കൂടി സംഘം കടന്നിരിക്കുകയാണോ? വിശദാംശം എന്താണ്? അനുജ, രഞ്ജിത്തിനെതിരായ പരാതിയിൽ ഏറ്റവും നിർണായകമായ അല്ലെങ്കിൽ തെളിവുകളുടെ തുടക്കമെന്ന് പറയാവുന്നത് കത്രിക്കടവിലെ ഹോട്ടലിൽ നിന്നാണ്. അവിടേക്കാണ് സംവിധായകൻ ജോഷി ജോസഫിനെ എത്തിച്ചുകൊണ്ടുള്ള തെളിവെടുപ്പ് അല്പസമയം മുമ്പ് ആരംഭിച്ചത്. ഈ ഹോട്ടലും ഈ കേസുമായുള്ള ബന്ധമെന്ന് പറയുന്നത് പാലേരിമാണിക്യം സിനിമയുടെ ചിത്രീകരണത്തിനായി നടി കേരളത്തിലേക്ക് വരികയും രഞ്ജിത്തുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടി കൊച്ചിയിൽ തങ്ങുകയും ചെയ്തു. അന്ന് താമസിക്കാൻ വേണ്ടി കത്രിക്കടവിലെ ഹോട്ടലാണ് അവർ തിരഞ്ഞെടുത്തത്. അന്ന് ആ ചിത്രത്തിന്റെ നിർമ്മാതാവായിരുന്ന സുബൈറാണ് ഇവിടെ ഹോട്ടൽ മുറി ബുക്ക് ചെയ്ത് കൊടുക്കുന്നതും. ഏറ്റവും പ്രധാനമായി പറയേണ്ടത് രഞ്ജിത്തിന്റെ കത്രിക്കടവിലെ ഫ്ളാറ്റിനോട് ഏറ്റവും അടുത്തുള്ള ഒരു ഹോട്ടലാണ് ഇത് എന്നുള്ളതാണ്. അതിനുശേഷം അന്ന് രാത്രി ഈ സിനിമയുടെ ചിത്രീകരണവുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ എന്ന് പറഞ്ഞുകൊണ്ട് രഞ്ജിത്ത് ഫ്ളാറ്റിലേക്ക് വിളിപ്പിക്കുകയും അവിടെ നിന്ന് ദുരനുഭവമുണ്ടായി, രഞ്ജിത്തിൽ നിന്നും ദുരനുഭവമുണ്ടായി എന്നുള്ളതുമാണ് നടി തുറന്നു പറഞ്ഞത്. അത് ഈ സംഭവം നടന്ന തൊട്ടടുത്ത ദിവസം ചിത്രത്തിന്റെ അല്ലെങ്കിൽ ഇവരുടെ സുഹൃത്തു കൂടിയായ ഈ സംവിധായകൻ ജോഷി ജോസഫിനോട് നടി കാര്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത് ഈ ഹോട്ടലിൽ വെച്ചാണ്. ഈ ഹോട്ടലിലേക്ക് അദ്ദേഹത്തെ വിളിപ്പിക്കുകയായിരുന്നു. അവിടെ വെച്ച് തുറന്നു പറഞ്ഞ ഈ സംഭവം മൂന്നാമതൊരാൾ അറിയുന്ന ഒരു ഹോട്ടൽ കൂടിയാണിത്. അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറെ പ്രാധാന്യം ഈ ഹോട്ടലിനുണ്ട്. അന്ന് സംഭവത്തിന് ശേഷം, ഈ തുറന്നു പറച്ചിലിന് ശേഷം നടിയെ ജോഷി ജോസഫ് തന്റെ തമ്മനത്തെ വീട്ടിലേക്ക് കൊണ്ടുപോവുകയും അവിടെ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്ത് തിരികെ നാട്ടിലേക്ക് പറഞ്ഞയക്കുകയുമായിരുന്നു. എന്തായാലും അന്ന് ഈ ഹോട്ടലിന് ഉടമസ്ഥരായിരുന്ന ആളുകൾ ഈ ഹോട്ടൽ മറ്റൊരാൾക്ക് വിറ്റ് ഇവിടെ നിന്ന് മാറിയിട്ടുണ്ട്. പക്ഷേ അതുകൊണ്ട് തന്നെ ഈ കേസുമായി ബന്ധപ്പെട്ട് ഏറ്റവും നിർണായകമായേക്കാവുന്ന അവരുടെ രജിസ്റ്റർ അത് പൂർണ്ണമായി പരിശോധിക്കാൻ പോലീസിനായിട്ടില്ല. അതുകൊണ്ട് തന്നെ പഴയ രേഖകളൊക്കെ പരിശോധിക്കുന്നതിന്റെ ദൃശ്യങ്ങൾ കൂടിയാണ് കാണുന്നത്. ജോഷി ജോസഫാണ് ഇപ്പോൾ ദൃശ്യങ്ങളിലുള്ളത്. എന്തായാലും ജോഷി ജോസഫ് അദ്ദേഹത്തിന് അറിയാവുന്ന ഈ ഹോട്ടലുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളെല്ലാം അന്വേഷണ സംഘത്തോട് വ്യക്തമാക്കിയിട്ടുണ്ട്. ഒപ്പം അനുജ സൂചിപ്പിച്ച മറ്റൊരു കാര്യം അമ്മയുടെ ഓഫീസിൽ നടന്ന പോലീസിന്റെ പരിശോധനയാണ്. അത് 2ാമത്തെ ദിവസമായിരുന്നു ഇന്നുണ്ടായിരുന്നു. ഇന്നലെ വൈകുന്നേരവും ആ ഓഫീസിൽ പരിശോധനയുണ്ടായിരുന്നു. ഇന്ന് രാവിലെ വീണ്ടും SITയുടെ ആളുകളെത്തി അവിടെ നിന്ന് രേഖകളടക്കം പരിശോധിച്ചിട്ടുണ്ട്. അത് പ്രധാനമായും ആരോപണ വിധേയരായിരുന്ന ആളുകൾ, ആ സംഘടനയുടെ തലപ്പത്തുണ്ടായിരുന്ന നാളുകളിലെ രേഖകളാണ്. അത് കേസിന്റെ ഇടവേള ബാബു, മുകേഷ് അടക്കമുള്ള ആളുകളുടെ പേരിൽ വന്നിരിക്കുന്ന പരാതിയുടെയൊക്കെ നിർണായക രേഖകൾ കൂടിയാണ്. അനുജ, അതായത് ഇപ്പോൾ ഈ സംഭവം ഉണ്ടായ ഇടത്ത് ഏതെങ്കിലും തരത്തിൽ തെളിവെടുപ്പ് നടത്തുന്നുണ്ടോ അന്വേഷണ സംഘം? കടവന്ത്രയിൽ വെച്ചായിരുന്നല്ലോ സംഭവം ഉണ്ടായത്. കത്രിക്കടവിലെ ഒരു ഹോട്ടലാണ്. ഇവിടെ നിന്ന് ഏകദേശം ഒരു 200 മീറ്റർ മാറിയാണ് രഞ്ജിത്തിന്റെ പേരിലുള്ള ഫ്ളാറ്റ് ഉള്ളത്. ആ ഫ്ളാറ്റിൽ വെച്ചാണ് ഈ സംഭവം ഉണ്ടാകുന്നത് എന്നുള്ളതാണ് നടി അന്ന് വെളിപ്പെടുത്തിയത്. പോലീസിനോടും അതുതന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. അവിടെ ഒരു തെളിവെടുപ്പ് വേണമെങ്കിൽ ഈ നടി കൂടി എത്തേണ്ടതുണ്ട്. സാഹചര്യ തെളിവുകളടക്കം എടുക്കേണ്ടതുണ്ടെങ്കിൽ ആ നടി കൂടി എത്തേണ്ടതുണ്ട്. എന്തായാലും അങ്ങനെ ഒരു നീക്കത്തിലേക്ക് പോലീസ് കടക്കുമോ, SIT കടക്കുമോ എന്നുള്ളത്, ഉടനെ കടക്കുമോ എന്നുള്ളത് അറിയേണ്ടിയിരിക്കുന്നു. ഏറ്റവും പ്രധാനമായി നടിയുടെ 164 അടക്കം എടുക്കാനുള്ള ആലോചനയിൽ കൂടിയാണ് പോലീസ് എന്നുള്ളതും ശ്രദ്ധേയമാണ്. അനുജ, ശരി. രഞ്ജിത്തിനെതിരായ പരാതിയിലാണ് ഇപ്പോൾ പോലീസ് തെളിവെടുപ്പ് നടത്തുന്നത്. കൂടാതെ അമ്മ ആസ്ഥാനത്തും പോലീസ് പരിശോധനകൾ നടത്തുന്നു. ചില രേഖകൾ പിടിച്ചെടുത്തു.